താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയെന്നോ അത് തന്നെ ഈ അവസ്ഥ, കണ്ണുനീരും നിരാശയും വേദനയും മാത്രം കൂട്ടുകാരായുള്ള, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ലാത്ത, അല്ല നല്ലതൊന്നും നിങ്ങളിൽ നിന്ന് പോലും പുറത്തു വരാത്ത അതേ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് കാരണം ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് ജോലിയില്ലാതിരിക്കുന്നതായിരിക്കാം, അല്ലേ? ആയിരിക്കുന്നത് ജോലി സ്ഥലത്താണ്, ജോലിക്ക് വേണ്ടി കടന്നുപോയി, പക്ഷേ ജോലിയില്ല. സഹോദരി, മുറിക്കകത്തിരിക്കുക, ഊഴം കാത്ത്. ഒരാഴ്ച ഡ്യൂട്ടി കിട്ടിയിരുന്നെങ്കിൽ റൂം റെൻറ്റ് കൊടുക്കാമായിരുന്നു, ഫുഡിൻ്റെ ക്യാഷ് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ മറ്റുള്ളവരുടെ ചിലവിൽ കഴിയുക. വേദനയല്ലേ? കണ്ണുനീർ മാത്രം കൂട്ടുകാരനായി മാറിയില്ലേ സഹോദര? ആണേ, വീട്ടിൽ നിന്ന് കോൾ വരിക, മോന് ഫീസ് അടയ്ക്കണം, മോൾക്ക് ഫീസ് അടയ്ക്കണം. ഭയം മാറ്റിവെക്കാൻ പറ്റുമോ? മക്കളുടെ കാര്യമല്ലേ, ലോൺ അടയ്ക്കണം. വേദന, എന്തു ചെയ്യും? ഭാര്യയും മക്കളും അവിടെ ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കും? കടം കൂടിക്കൊണ്ടിരിക്കുക, കൂടെ ആരുമില്ല. വേദനയും നിരാശയും ദുഃഖവും മാത്രം. നല്ല ജോലിയില്ല, ഉള്ള ജോലി തന്നെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഇരിക്കുക. എപ്പം വേണമെങ്കിലും നഷ്ടപ്പെടും. ആവശ്യങ്ങളാണെങ്കിൽ കൂമ്പാരമായിട്ടും. എന്ന് തീരാനാ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണെങ്കിൽ അതിനും മേലെ പറയണ്ട. വല്ലാത്തൊരവസ്ഥയല്ലേ സഹോദരി? കണ്ണുനീരാണ് ഭർത്താവിൻ്റെ സ്ഥാനത്ത്, അല്ലേ? കിടക്കയിലും ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ണുനീർ മാത്രമേ ഉള്ളൂ, ഭർത്താവ് ഒപ്പമില്ല. സഹോദര, സന്തോഷത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ തലനിവർന്ന് നിൽക്കുവാനുള്ളതാ. എന്നാൽ കുടുംബജീവിതം തകർന്നുപോയി, അപമാനം ചുമന്നായിരിക്കുന്ന അവസ്ഥ, നിന്ന ചുമന്ന് നടക്കുകയാണ്. മക്കളെ പഠിപ്പിച്ചു, വലിയ പ്രതീക്ഷ, ഒത്തിരി സ്വപ്നങ്ങൾ എല്ലാം വീണുടഞ്ഞു പോയി. അതിൻ്റെ നിരാശ. അവരൊത്തിരി പരീക്ഷകൾ എഴുതുന്നുണ്ട്, ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സന്തോഷത്തിൻ്റെ വാർത്തയൊന്നും കേൾക്കാനില്ല. ലെറ്ററുകൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു അഡ്രസ്സ് ഉണ്ടോ എന്ന് സംശയിക്കും വിധത്തിൽ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. വേദനയല്ലേ? മക്കളുടെ കാര്യമല്ലേ? എങ്ങനെ വേദനപ്പെടാതിരിക്കുമല്ലേ? ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതാ. കണ്ട സ്വപ്നങ്ങളെല്ലാം പാഴായി തീർന്നിരിക്കുന്നു, അല്ലേ കുഞ്ഞുങ്ങളെ? ഇപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ല, വിവാഹം നടക്കുന്നില്ല. ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്, എന്തായി? ഉറപ്പിച്ചോ? കല്യാണം ഈയിടയ്ക്കെങ്ങാനും കാണുമോ? ചോദിക്കുന്നവർക്കറിയാം നീ അനുഭവിക്കുന്ന കഷ്ടം. അതെ, കഷ്ടപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാ. ആ കഷ്ടം കണ്ണുനീരായി കൂടെ കൂടുന്നു. അയ്യോ, എന്തായി? എന്നാ പോകുന്നേ? എന്നാ ജോലിക്ക് കയറുന്നേ? അവിടെ ഇൻ്റർവ്യൂവിന് പോയിണ്ടായി? ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയോ? ആ ജോലി തന്നെ കിട്ടത്തില്ലേ? അല്ലേ? ചോദ്യം ചോദിച്ച് മനസ്സ് മടുപ്പിക്കുന്നതാ. മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. പഠിച്ച പഠനത്തിനൊത്തവണ്ണം നല്ല ജോലികൾ കിട്ടുന്നില്ല. അഭിമാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല. അഭിമാനം നഷ്ടപ്പെട്ട് പലരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിരാശയോടെ, കണ്ണുനീരോടെ, വേദനയോടെ മുറിക്കകത്തിരിക്കുക. കണ്ണുനീർ മാത്രമേ കൂട്ടിനുള്ളൂ. കൂട്ടുകാരും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം പോയി, ആരും കൂടെ ഇല്ലെന്നേ. ചോദിക്കുന്നവർക്കറിയാം, ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി? നീ രക്ഷപ്പെടത്തില്ല. ആമേൻ. നിന്റെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒത്തിരി പേർ തകർന്നു പോയത് കണ്ടവരാണ്. അത് നീ ഓർക്കുവാൻ വേണ്ടിയാ ചോദിക്കുന്നത്. നമ്മളും പ്രതീക്ഷയോടെ പോകും ഡോക്ടറുടെ അടുത്ത്, നോക്കും എന്താ ഡോക്ടർ പറയാൻ പോകുന്നത്. ഡോക്ടറുടെ മുഖം എങ്ങനെ? കാർമേഘമൊഴിയാത്ത മാനം പോലെ. അപ്പം തന്നെ തിരിച്ചറിയാം രക്ഷയൊന്നുമില്ല. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തിരികെ വരുന്നു. മക്കളുടെ വിവാഹം നടത്തണം, അവരുടെ കുഞ്ഞുങ്ങളെ കാണണം, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ മരണം പിടിച്ചുകൊണ്ടുപോകും. ഭയപ്പെടുത്തുന്ന അവസ്ഥ, ഭയം കൂടെ. കിടക്കയിലും ഭയം, ഉറക്കത്തിൽ പോലും ആ ഭയം വിട്ടുമാറുന്നില്ല. രക്ഷപ്പെടുമോ? ആ കട എങ്ങനെ? കച്ചവടമൊക്കെ ഉണ്ടോ? ബിസിനസ് എങ്ങനെ? നന്നായി പോകുന്നുണ്ടോ? അല്ലേ? ആ വണ്ടി എടുത്തിട്ട് ഓട്ടമൊക്കെ ഉണ്ടോ? ചോദിക്കുക. ചായ കുടിക്കാൻ പൈസ ഇല്ലാതെ റോഡിൽ വണ്ടി ഒതുക്കി കാത്തിരിക്കുമ്പോഴാ ചോദ്യം, ഓട്ടമൊക്കെ ഉണ്ടോ? അറിയാം നീ പാക്കറ്റിലൊന്നുമില്ലാതെ മനസ്സും ശൂന്യമായി
ഹൃദയം തകർന്നായിരിക്കുകയാണെന്ന് അറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. വേദന മാത്രം, നിരാശ മാത്രം, നിന്ന മാത്രം, കൂട്ടുകാരായുള്ള അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്കൊരു മാറ്റം അത് സാധ്യമായി തീരണമെങ്കിൽ അറിയാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങൾക്കൊപ്പമുള്ളവർക്കോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത് അതൊന്നുകൊണ്ടും പറ്റത്തില്ല. അതൊക്കെ ചെയ്തു നോക്കിയിട്ടും ഈ അവസ്ഥയിൽ തന്നെ തുടരുകയാണല്ലോ. അതിന് മേലെ ചിലത് സംഭവിക്കണം, മനുഷ്യർക്ക് അസാധ്യമായത്. പക്ഷെ എങ്ങനെ? പലർക്കും അറിയത്തില്ല. ഒരു മിറക്കിൾ, ഒരു അത്ഭുതം, ഒരു അത്ഭുതത്തിന് മാത്രമേ, ചിലർ പറയത്തില്ലേ, ഒരു ലോട്ടറി അടിച്ചാൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും. ഒരു വലിയ അത്ഭുതം സംഭവിച്ചാൽ, ഒരു സാധ്യതയുമില്ലാത്ത ചിലത്, പ്രതീക്ഷിക്കുവാൻ പോലും അല്ലെങ്കിൽ സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത ചിലത് സംഭവിച്ചാൽ, അത് സംഭവിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുന്നവർ തളർന്നും മടുത്തും പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് മുറിക്കകത്തിരിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു സാധ്യതയ്ക്കൊപ്പമായിരിക്കുന്നു. അതേ, മനുഷ്യന് കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ അവൻ്റെ അടുക്കൽ നിങ്ങളായിരിക്കുന്നു. അവൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതേ, മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു മാറ്റം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, അതെ, അതിന് കഴിവുള്ള ഒരുത്തൻ, മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്തത് ചെയ്തു തരുവാൻ കഴിവുള്ള ഒരുത്തൻ, സർവശക്തനായ ദൈവം, അവൻ്റെ മുൻപിൽ അവൻ്റെ ശബ്ദം കേട്ട് നിങ്ങളായിരിക്കുന്നു. വിശ്വസിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ഒരാമേൻ പറയേ. അത് സംഭവിക്കുവാൻ പോകുക. ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഈ അവസ്ഥ മാറുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന നശിച്ച അവസ്ഥ മാറുന്ന ആ അത്ഭുതം സംഭവിക്കുവാൻ പോകുക. എങ്ങനെ ദൈവദാസനെ? എങ്ങനെ ദൈവത്തിന് അത് കഴിയും? എങ്ങനെ ആ ദൈവത്തെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ അത്ഭുതത്തെ ചെയ്തെടുപ്പിക്കുവാൻ കഴിയും? ചോദ്യം അതല്ലേ? അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് പകലിൽ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുവാനായി പോകുന്നത്. ഇതേ ചോദ്യം ഉത്തരമാക്കി മാറ്റിയ ഒരു ഭക്തൻ തൻ്റെ പ്രാർത്ഥന ദൈവത്തെ കൊണ്ട് തൻ്റെ ജീവിതത്തിലും തനിക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ, ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, അവനൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, അതെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾക്കും എനിക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ആ അത്ഭുതങ്ങളെ, ഭക്തൻ നേടിയെടുത്ത അത്ഭുതങ്ങളെ നേടിയെടുക്കുവാനായി. ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്കായൊന്ന് വായിക്കാം. അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശ എന്ന ഭക്തൻ തനിക്ക് വേണ്ടി, തനിക്കൊപ്പമുള്ള തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ വാക്ക് വിശ്വസിച്ച് തൻ്റെ പിന്നാലെ ഇറങ്ങി വന്ന തൻ്റെ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തിനൊപ്പം വരയണമേ, അല്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ അയക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ആ സമയം, പ്രസ്തുത പ്രാർത്ഥന മോശയിൽ നിന്ന് ഉയരുന്ന സമയം, മോശ വളരെ സേഫായിട്ടുള്ള ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ആയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. മോശയും ഒപ്പമുള്ള ജനവും വാഗ്ദത്ത കനാനിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അവർ ആയിരുന്ന സ്ഥാനത്തു നിന്ന്, അഥവാ മിസ്രയീമിൽ നിന്ന് അവർ ഇറങ്ങി പുറപ്പെട്ടു വാഗ്ദത്ത കനാനിലേക്ക്. വാഗ്ദത്ത കനാനിൽ എത്തിയിട്ടില്ല, ഇറങ്ങുകയും ചെയ്തു, എത്തുകയും ചെയ്തിട്ടില്ല. രണ്ടും കെട്ട അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചു. എന്തെങ്കിലുമൊക്കെ ആകണം, പലതും ആകണം, പ്രതീക്ഷകൾ ഒത്തിരിയുണ്ട്. കേട്ടതും കണ്ടതും ആഗ്രഹിച്ചതും കൂട്ടിവച്ചതും ഒത്തിരിയുണ്ട്. പലതുമൊക്കെ ആകണം, പലതുമൊക്കെ നേടിയെടുക്കണം. അതല്ലേ സഹോദര, കടം വാങ്ങി ആ രാജ്യത്ത് പോയി ഇന്ന് വലിയ കടക്കാരനായിരിക്കുന്നതിനുള്ള കാരണം? എവിടെയെങ്കിലും എത്തിയോ? ഒരിടത്തും എത്തിയിട്ടില്ല, കടം മാത്രം മിച്ചം. അതല്ലേ സഹോദരി, കുഞ്ഞുങ്ങളെ, അതല്ലേ? വീട്ടുകാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ കോഴ്സിന് അഡ്മിഷൻ വാങ്ങിപ്പിച്ചു. പ്രതീക്ഷയോടെ ഇറങ്ങിയേ. ആ സമയം വരെ അതിന് നല്ല സ്കോപ്പായിരുന്നു. ആ കോഴ്സ് പഠിച്ച പിള്ളേരെല്ലാവരും രക്ഷപ്പെട്ടു.
ഇപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ടെക്നീഷ്യൻ പഠിച്ച പിള്ളേരൊക്കെ, ഇപ്പോൾ പഠിച്ച പിള്ളേരൊക്കെ ലിഫ്റ്റിൻ്റെ ചുമട്ടിൽ നിന്ന് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ. പണ്ട് ഭയങ്കര സ്കോപ്പായിരുന്നു. അതെ, നിങ്ങൾ പഠിച്ചപ്പോൾ ഭയങ്കര സ്കോപ്പായിരുന്നു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്കോപ്പ് തീർന്നു. കടം അങ്ങും എത്തിയില്ല, ഇങ്ങും എത്തിയില്ല. വലിയ പ്രതീക്ഷയോടെ മോളെ കെട്ടിച്ച് വിട്ടതാ. അതാണെങ്കിൽ അവിടെയാണോ ഇവിടെയാണോ, അയ്യോ എന്ത് കഷ്ടമല്ലേ, കരയണോ? പലപ്പോഴും മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്ന മാതാവ്. തലമുറയുടെ കഷ്ടത കാണുവാൻ വയ്യ. അവൾ കരയുന്നത് ആ അവസ്ഥയിലാണ്. അവിടെ നിന്നുകൊണ്ട് മോശ പറയുക, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥന, കർത്താവേ ജോലി കിട്ടണേ, ജോലി കിട്ടണേ, എന്നെ പറഞ്ഞു വിടരുതേ, ആ ശമ്പളം കറക്റ്റ് സമയത്തിന് കിട്ടണമേ, ഫീസ് അടയ്ക്കാനുള്ളതാണ്, ഫീസ് അടയ്ക്കാനുള്ള പൈസ കിട്ടണമേ, മക്കളെ കട്ടിച്ചു വിടാനുള്ള പൈസ കിട്ടണമേ, അവർക്ക് ആ കാര്യം ചെയ്യാനുള്ള പൈസ കിട്ടണമേ, ലോൺ അടയ്ക്കാനുള്ള പൈസ കിട്ടണമേ, രോഗം മാറ്റി തരണമേ, കടം മാറ്റി തരണമേ, ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ഇങ്ങനെ 100,000 പ്രാർത്ഥനകൾ നമുക്കുണ്ട് അല്ലേ? ഇങ്ങനെ നമുക്കുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്താ? അപ്പൻ്റെ മക്കളുടെ പ്രാർത്ഥനയാ ഈ പ്രാർത്ഥന. അപ്പൻ കൂടെ വരണമേ. അപ്പൻ്റെ മക്കളെന്ന് പറയുമ്പോൾ എല്ലാ മക്കളും അല്ല, ബുദ്ധിയുള്ള മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കാരണം മക്കൾക്കറിയാം അപ്പൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. ബുദ്ധിയുള്ള മക്കൾക്കറിയാം അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം അതതിൻ്റെ സമയത്ത് എൻ്റെ കയ്യിലെത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന എന്നെ ഒരു വിശ്വാസി പഠിപ്പിച്ചതാ. ആമേൻ. ഒരിക്കലും ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കാൻ വിളിച്ചു, നിങ്ങളിൽ പലരെയും പോലെ. അപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാൻ തുടങ്ങി. വിഷയം 1-2 അല്ല കേട്ടോ. കടം, വീടില്ല, മക്കളെ പഠിപ്പിക്കണം, വിദേശത്ത് ജോലിക്ക് പോകണം, അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതൊന്നുമില്ല, ഒരിക്കലെടുത്താൽ കിട്ടുവാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ. അപ്പോൾ ഒരരുവേന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള മനസ്സോടെ ഞാൻ പറഞ്ഞു, സഹോദര നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം ആ കടത്തിൽ നിന്ന് പുറത്തു വരണം, ഒരു വീട് വേണം, അതാണ് ഏറ്റവും അത്യാവശ്യം. പെൺകൊച്ച് വളർന്നു വരിക. അപ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ നിൽക്കുന്നത് പുള്ളി പറഞ്ഞതനുസരിച്ച് അത്ര സുരക്ഷിതമല്ല. ഇന്ന് അങ്ങനത്തെ നശിച്ച ലോകത്തിലാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ആവേശപ്പെട്ട് തുടങ്ങുമ്പോൾ പുള്ളി പറയുക, ദേവദാസനെ നിൽക്ക്, വീടിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും അതിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കണ്ട. പിന്നെ ഈ പുള്ളി എന്തിനാ എന്നെ വിളിച്ചേ? വേറെ ചില കിടലൻ ടീമുകളുണ്ട് കേട്ടോ. വാക്കിൽ പിടിക്കാനും 2 കുത്താനും ഒക്കെ വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നല്ലതാ, ഇഷ്ടമാ, സമയമുള്ളപ്പോൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാ. ആമേൻ. അപ്പോൾ പുള്ളി പറയുക, യേശു എന്നോട് കൂടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. മനസ്സിലായില്ലേ? യേശു എന്നോട് കൂടി ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. പെട്ടെന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ഭക്തനെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. മോശ പ്രാർത്ഥിക്കുക പുള്ളിയുടെ ആഗ്രഹം പോലെ, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണമേ. ആ സഹോദരൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ആ സഹോദരനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു, യേശുവേ അങ്ങയുടെ പ്രിയ മകനോടൊപ്പം, അങ്ങേ ഒരുപാട് സ്നേഹിക്കുന്ന ഈ മകനോടൊപ്പം അങ്ങ് കൂടിരിക്കണമേ. തൻ്റെ വീട്ടിനകത്ത് കൂടിരിക്കണമേ, താൻ താമസിക്കുന്നിടത്ത് കൂടിരിക്കണമേ, തൻ്റെ മക്കളോട് കൂടിരിക്കണമേ, താൻ കടന്നു പോകുന്ന രാജ്യത്തിൽ കൂടിരിക്കണമേ, തൻ്റെ ആ മെഡിക്കൽ ചെക്കപ്പിൽ കൂടിരിക്കണമേ, താൻ എവിടെയൊക്കെ കടന്നു പോകുന്നു അവിടെയൊക്കെയും കൂടിരിക്കണമേ. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ എനിക്കുണ്ടായതിലും അധികം സന്തോഷം ആ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിനും ഉണ്ടായി. ആമേൻ. ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായി കർത്താവ് നിറവേറ്റി കൊടുത്തു. ഒന്നും പ്രത്യേകമായി ചോദിക്കാതെ. അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ ഓരോന്നായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ പറയണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ സമയം കിട്ടൂ. അത്രമാത്രം വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഭാരത്തോടെ ചിന്തിച്ച് വേദനപ്പെട്ടായിരിക്കുന്നവർ, അതെ, ഒറ്റ പ്രാർത്ഥന കൊണ്ട് അപ്പനെ കൂടെ നിർത്തി എല്ലാത്തിനും പരിഹാരം നേടുവാൻ പോവുക. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അപ്പൻ ഇഷ്ടമുള്ള പ്രാർത്ഥന, അപ്പൻ്റെ പ്രിയ മക്കളായി, ബുദ്ധിയുള്ള മക്കളായി. അവിടെ ആ ജോലി സ്ഥലത്ത് ജോലി കിട്ടിയിട്ടില്ല, പ്രതീക്ഷിച്ചു പോയതാ. നേരത്തെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ജോലിയില്ല. ഉള്ള ജോലി തന്നെ പറഞ്ഞതുപോലെ കയ്യാല പുറത്തായിരിക്കുക. പ്രാർത്ഥിക്കാം, യേശുവേ അങ്ങയുടെ സാന്നിധ്യം ഞാനായിരിക്കുന്ന ജോലി സ്ഥലത്ത് എനിക്കൊപ്പം ഉണ്ടായിരിക്കണമേ. നാളെ ഞാൻ
ആ ജോലി കാര്യത്തിനായി കടന്നു പോകുമ്പോൾ, നാളെ ഞാൻ ജോലിക്കായി കടന്നു പോകുമ്പോൾ, നാളെ ഞാൻ ആ കോൾ ചെയ്യുമ്പോൾ, ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കൂ കുഞ്ഞെ, സഹോദര പ്രാർത്ഥിക്ക്. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണമേ. ഞാൻ കടന്നു പോകുന്നിടത്തൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. പ്രാർത്ഥിക്ക്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന ചിലർ ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കുക. ഞാൻ അനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യം, മോശ അനുഭവിച്ച ദൈവ സാന്നിധ്യം കേൾക്കുന്ന ചിലർ അനുഭവിക്കുക. ആ ദൈവ സാന്നിധ്യം ചിലർക്ക് മുമ്പിൽ പുതുവഴികൾ തുറന്നു നൽകിയ, യെസ്, ആ ജോലി സ്ഥലത്ത് ചിലർക്ക് മുൻപിൽ പുതുവഴികൾ തുറക്കപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ചിലർ ആ പുതുവഴികളിലൂടെ നടന്ന് അവസ്ഥ മാറുന്ന അത്ഭുതം അനുഭവിക്കുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് സഹോദര, നീ അത്ഭുതം കാണുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പം ആ ദൈവ സാന്നിധ്യം ഇന്നലെ വരെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി പേരെ കോൾ ചെയ്തു, ഒത്തിരി ഇൻ്റർവ്യൂവിനായിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻസ് അയച്ചു, ഒത്തിരി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അതിന് ഉണ്ടാക്കി തരുവാൻ കഴിയാത്ത മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരും. ആമേൻ. നിങ്ങളായിരിക്കുന്ന അതേ സ്ഥാനത്ത്. ഇതെവിടെയാ? മോശയും ദൈവത്തിൻ്റെ ജനവും മരുഭൂമിയിലായിരിക്കുക. മരുഭൂമിയിൽ എന്തുകൊണ്ട് ആ സാന്നിധ്യം കൂടെ പോന്നേ പറ്റൂ എന്ന് മോശ പറയുന്നത്? മോശ അതുവരെ ആ ദൈവസാന്നിധ്യം അനുഭവിക്കാത്തവനല്ല. തൊട്ടുമുകളിൽ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അങ്ങോട്ട് പറയുക, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഈ അസ്വസ്ഥതയും നിരാശയും ഇതൊന്നും നിന്നെ ബാധിക്കത്തില്ല, നീ പേടിക്കണ്ട, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിന്നോട് കൂടെ വരും. ദൈവം പറയുക. 14-ൽ ദൈവം പറയുന്നു, 15-ൽ മോശ വീണ്ടും പറയുക, കർത്താവേ നീ വരണം, നീ വന്നേ പറ്റൂ, നീ വന്നേ പറ്റൂ. കൂടെ ദൈവം ഉണ്ടായിരുന്നതിൻ്റെ ഫലം അനുഭവിച്ചവനാ. എങ്ങനെയെന്നോ? ആ മരുഭൂമിയിൽ നിങ്ങൾ വായിച്ചും പഠിച്ചും ദൈവത്തെ സ്തുതിച്ചിട്ടില്ലേ? 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ജനം മന്ന തിന്നു. ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം അവർക്ക് വേണ്ടി സ്വർഗീയമായതിനെ നൽകി. ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ജനമായ മോശയോടും അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ജനത്തോടും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം പറഞ്ഞില്ല, മോശെ നീ അവരോട് പറയേ, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാഗ്ദത്ത കനാനിൽ നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടിനൊക്കെ പ്രതിഫലം ഞാൻ നൽകാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളൊന്ന് അല്പം അഡ്ജസ്റ്റ് ചെയ്യും, അവിടെ എത്തിയിട്ട് ഇതിന് ഞാൻ പരിഹാരം വരുത്തി തരാം. അതെ, അങ്ങനെ ദൈവം പറഞ്ഞില്ല. ദൈവം അവർക്കൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ വിശപ്പ് അവർക്ക് മുമ്പേ ദൈവം അറിഞ്ഞതുകൊണ്ട് ദൈവം അതാണ്. അതെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പേ അവൻ അറിയും. നിങ്ങളുടെ ബന്ധുക്കൾ അതറിയണമെന്നില്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ അതറിയണമെന്നില്ല. ഒരുപക്ഷെ പ്രിയപ്പെട്ട ഭാര്യയോ ഭർത്താവോ മക്കളോ അമ്മയപ്പന്മാരോ ആരും അറിയണമെന്നില്ല. എന്നാൽ ദൈവം അറിയും. ആ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ സഹോദര, അവിടെ തന്നെ ആ രാജ്യത്ത് തന്നെ ജോലിയില്ലാതെ എങ്ങനെ തിരികെ വരുവാൻ കഴിയുമെന്ന് അറിയാതെ അലയുന്ന അവിടെ തന്നെ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും. നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും. മരുഭൂമിയിൽ മന്ന എന്ന അത്ഭുതത്തെ പൊഴിച്ചവൻ അതെ ആ രാജ്യത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. യെസ്, ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടെ തന്നെ സഹോദരി, അവിടെ തന്നെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുക. നീ ആഗ്രഹിക്കുന്ന മാറ്റം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന മാറ്റം. ഓ അമ്മേൻ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. അപ്പാ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരേണമേ. പ്രാർത്ഥിക്കേ. യേശുവേ അപ്പാ അങ്ങയുടെ പ്രിയ മക്കളോട് കൂടെ അങ്ങ് ഇരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ. മരുഭൂമിയിൽ അത്ഭുതം എന്ന മന്ന പൊഴിഞ്ഞതുപോലെ പ്രിയ സഹോദരങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അപ്പാ മന്ന പൊഴിക്കണമേ. അത്ഭുതം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർക്ക് തൃപ്തി വരുത്തുന്നത്, ഇവിടെ ആവശ്യത്തിനൊത്തവണ്ണമുള്ളത് അവിടെ അങ്ങ് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ. ദൈവ സാന്നിധ്യം, സ്തോത്രം, അത്ഭുതത്തെ ചെയ്യുക. ആ മരുഭൂമിയിൽ അവിടെ തന്നെ സഹോദരി, നീ ചെന്ന് കയറി ആ വീട്ടിൽ തന്നെ, ആ കിടക്കയിൽ തന്നെ ദൈവ സാന്നിധ്യം അത്ഭുതമായി വെളിപ്പെടുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? യേശുവേ അങ്ങയുടെ സാന്നിധ്യം ഈ ഭയപ്പെടുത്തുന്ന ഏകാന്തതയുടെ മധ്യത്തിൽ എന്നോട് കൂടിയിരിക്കണമേ. എൻ്റെ ഭർത്താവ് എനിക്കൊപ്പമില്ല, എൻ്റെ ബന്ധുക്കളും എൻ്റെ ചാർച്ചക്കാരും ആരും എനിക്കൊപ്പമില്ല.
യേശുപ്പാ, അങ്ങയുടെ മകളായ എന്നോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. യേശുവേ, എന്നെ കൈവിടരുതേ. അങ്ങ് കൂടിരിക്കണമേ, അങ്ങ് കൂടിരിക്കണമേ. പ്രാർത്ഥിക്കുക സഹോദരി. യേശുവേ, പ്രിയ മകളോട് അങ്ങ് കൂടിരിക്കണമേ. രാത്രിയിൽ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നു. ഓ, മറ്റുള്ളവരുടെ മുമ്പിൽ വല്ലാതെ നാണിച്ചു തലകുനിക്കപ്പെടുന്നു. ചൂഷകന്മാരാൽ ചുറ്റി വരിയപ്പെട്ടിരിക്കുന്നു. യേശുപ്പാ, പ്രിയ മകളോട് അങ്ങയുടെ സാന്നിധ്യം കൂടിരിക്കണമേ. അങ്ങ് പ്രിയ മകളോട് കൂടിരിക്കണമേ. തളർന്നു പോകുവാൻ അനുവദിക്കരുത്. പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. ആ ഭവനത്തിനകത്ത് തന്നെ, അതേ ആ മുറിക്കകത്ത് നീയും നിന്റെ ഭർത്താവ് ഒരുമിച്ച് താമസിക്കുവാൻ പോകുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഒരു സാധ്യതയുമില്ലല്ലോ ദൈവദാസനെ. അതല്ലേ സഹോദരി ചോദിക്കുന്നേ. സാധ്യത ഉണ്ടെങ്കിൽ നീ ലോകത്തിൽ പോയി അത് നേടിയെടുത്തോ. സാധ്യത ഉള്ളതിനെ കുറിച്ചല്ല, സാധ്യത ഇല്ലാത്തിടത്ത്, സ്തോത്രം, സാധ്യതയുടെ പുതിയ വാതിലുകളെ തുറക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. വരത്തില്ല, അവനെ വിട്ട് തരത്തില്ല. സ്തോത്രം. അവനെ അവകാശം പറഞ്ഞു വച്ചിരിക്കുന്ന അതേ നിന്റെ ശത്രു പറയുക, അവനെ വിട്ടു തരത്തില്ല. അവൻ എനിക്കൊപ്പമാണ്. നീ കേസ് കൊടുക്ക്, നീ കോടതിയിൽ പോകുക. ഓ സ്തോത്രം. കേട്ട് വല്ലാതെ ഭാരപ്പെടുക. പറയുന്നുണ്ട്, ചത്തുകളയും, നിന്റെ പേരെഴുതി വെച്ചിട്ട് ചത്തുകളയും, എന്നിട്ട് നിന്നെയും അവനെയും സുഖമായി ജീവിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. സഹോദരി, നീ പറയുക, നീ ചത്താൽ നിന്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാതെ പോകും. ഇന്നത്തെ നിയമവും കോടതിയും ഒക്കെ വേറെയാ. അവർ സുഖമായിട്ട് ജീവിക്കും. ആമേൻ. ലോകത്തിൻ്റെ കോടതി നിന്നെ പരിഹസിച്ച് തള്ളുമ്പോൾ എൻ്റെ അപ്പൻ നിന്റെ കേസ് എടുക്കുക. സ്തോത്രം. ദൈവസാന്നിധ്യത്തിന് കീഴിൽ അസാധ്യമായ ചിലത് സംഭവിക്കുവാൻ പോകുക. മനസ്സുകൊണ്ട് അകന്നുപോയ, ശരീരം കൊണ്ട് അകന്നുപോയ നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ വരുത്തുവാൻ പോകുക. സഹോദര, പ്രാർത്ഥിക്ക്. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണമേ. നിന്ന സഹിച്ചു വയ്യ. ബന്ധുക്കളുടെ അടുക്കൽ പോകുമ്പോൾ, പരിചയക്കാരുടെ അടുക്കൽ പോകുമ്പോൾ, ഭാര്യ ഒപ്പമില്ലാത്തവനായി, ഭാര്യ ഉപേക്ഷിച്ചു പോയവനായി, അയ്യോ തലകുനിഞ്ഞ് ഞാനായിരിക്കുക. പ്രാർത്ഥിക്ക്. അങ്ങയുടെ സാന്നിധ്യം എനിക്കൊപ്പം ഉണ്ടാകണമേ. യേശുവേ, അങ്ങ് എനിക്കൊപ്പം വരണമേ. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുവാൻ കടന്നു പോകുമ്പോൾ, എൻ്റെ ഭാര്യയുടെ വീട്ടുകാരോട് എൻ്റെ ബന്ധുക്കൾ സംസാരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. പ്രാർത്ഥിക്ക്. ആ സാന്നിധ്യം അവളെ നിനക്കൊപ്പം നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക. ഓ താങ്ക് ഗോഡ്. ദൈവ സാന്നിധ്യത്തിൽ അത്ഭുതം സംഭവിക്കുക. നിന്റെ ഭാര്യ നിനക്കൊപ്പം മടങ്ങി വരുവാൻ പോകുക. നീ പ്രതീക്ഷിക്കുന്നില്ല, നീ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുവാൻ പോകുക. ദൈവ സാന്നിധ്യം അങ്ങനെ അത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആരും പ്രതീക്ഷിക്കത്തില്ല. അയ്യോ ദൈവദാസനെ, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ഇതൊക്കെ എങ്ങനെ ശരിയാകും? ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ പറഞ്ഞു ചിരിക്കും. അയ്യോ, ഇവക്കെന്താ വട്ടാണോ? നടക്കുന്ന കാര്യമാണോ? നടക്കത്തില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കും, മറ്റുള്ളവർ പരിഹസിക്കും. 30 ലക്ഷം പേർ വിശ്വസിച്ചില്ല. പക്ഷെ ഒരുത്തൻ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാക്ക് ഒരുത്തൻ വിശ്വസിച്ചു. ഫലമോ 30 ലക്ഷം പേർ വയറ് നിറയെത്തുന്നു. 30 ലക്ഷം പേർ സ്വർഗത്തിലെ അത്ഭുതം കണ്ടു. യെസ്, യേശുവിൻ നാമത്തിൽ നീ വിശ്വസിക്ക്. അവിശ്വാസികളുടെ കൂട്ടം നിന്റെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം കാണുവാൻ പോകുക. മാതാവേ, പിതാവേ, നീ വിശ്വസിക്ക്. നീ വിശ്വസിക്കുവാൻ തയ്യാറാണോ? നിന്റെ തലമുറകളുടെ ഈ അവസ്ഥ എൻ്റെ കർത്താവ് മാറ്റും. വിശ്വസിക്കുവാൻ റെഡിയാണോ? കർത്താവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേട്ടുകൊണ്ടിരിക്കുക. വിശ്വസിക്കുവാൻ റെഡിയാണോ? ആ മുറിക്കകത്തു നിന്ന്, ആ എരിയുന്ന ധൂപക്കുറ്റിയുടെ മണത്തിൽ നിന്ന്, കാലുകളെ ഇടറിപ്പിക്കുന്ന മദ്യത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും. അതേ മാതാവേ, നീ വിശ്വസിക്ക്. ആ മുറിക്കകത്ത് ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുക. ആ മുറിക്കകത്ത് എവിടെയാണോ നിന്റെ തലമുറകളായിരിക്കുന്നത്, ആ സ്ഥാനത്ത് ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുക. ആർക്കും അവരുടെ അടുക്കലേക്ക് പോകുവാൻ കഴിയത്തില്ല. ദൈവദാസനെ, ആർക്കും അവരോട് സംസാരിക്കുവാൻ കഴിയത്തില്ല. ആര് വിചാരിച്ചാലും അവർ മാറത്തില്ല. അവർ മാറാത്തത് കൊണ്ടാണ് നീ മാറാത്തവനായ ദൈവത്തിൻ്റെ അടുക്കൽ അവൻ്റെ മാറാത്ത വചനം കേട്ടായിരിക്കുന്നത് അവന് മാറ്റമില്ല. അതെ, എൻ്റെ ദൈവത്തിന് മാറ്റമില്ല, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തത് നിന്റെ തലമുറയെ മാറ്റിയ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. മാതാവേ, പ്രാർത്ഥിക്ക്. അവനെ പുറത്തു കൊണ്ടുവരിക, അവളെ പുറത്തു കൊണ്ടുവരിക. ഓ സ്തോത്രം. മൊബൈലിൽ അവൾ കെട്ടിപ്പടുത്തിയ ആ ലോകം അതവളെ വിട്ട് മാറുക. സ്തോത്രം. തലമുറകളുടെ ഭാവിയെ നശിപ്പിച്ച് കളയുന്ന ചില കൂട്ടുകെട്ടുകൾ നിന്നെ വേദനയുടെ കൂട്ടുകാരിയാക്കി മാറ്റിയ
വേദന മാത്രം നിൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ആ കൂട്ടുകെട്ട്, ആ റിലേഷൻ മാറിപ്പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ പ്രതീക്ഷിക്കുന്ന, നീ സ്വപ്നം കാണുന്ന വാർത്തകൾ അവരുടെ വായിൽ നിന്ന് കേൾക്കുവാൻ പോകുക. വെറുതെ പോകുന്നതാ, ഇതൊന്നും നടക്കത്തില്ലേ എന്ന് കേട്ട് കേട്ട് മരവിച്ചു പോയ നിന്റെ കാതുകൾ, അമ്മ പപ്പാ എനിക്ക് ജോലി കിട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നത് അപ്പുറമായുള്ള ആ സ്ഥാപനത്തിൻ്റെ പേര്, നിന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ പേര് അവർ പറയുവാൻ പോകുക. മീൻസ് അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുക. ഇന്നലെ വരെ നിനക്ക് ചെയ്യുവാൻ കഴിയാത്തത്, നീ കൊടുത്ത അവരുടെ വിദ്യാഭ്യാസത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത ഒത്തിരി പേർക്ക് ചെയ്യുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുക. ആ അത്ഭുതം അനുഭവിക്കുവാൻ റെഡിയാണോ? അതേ കുഞ്ഞെ, നിനക്ക് വേണ്ടി നിൻ്റെ മാതാപിതാക്കൾ ആശ്ചര്യപ്പെടുന്ന ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുക. ആ അഡ്മിഷനെ കുറിച്ച് ഓർത്ത് കരയേണ്ടതേ. കർത്താവ് നിനക്ക് വേണ്ടി ചില ഒഴിവുകളെ സൃഷ്ടിക്കും. എൻ്റെ കർത്താവ് തസ്തികകളെ സൃഷ്ടിക്കുന്നവരാണ്. ആമേൻ, താങ്ക് ഗോഡ്. ചില തസ്തികകളെ സൃഷ്ടിക്കും, ചില ഒഴിവുകളെ സൃഷ്ടിക്കും. ആ കോളേജിൽ, ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചില ഒഴിവുകളെ സൃഷ്ടിക്കും. ആമേൻ. അതേതെ, കണ്ണുനീർ മാറുക, നിരാശ മാറുക. ഇനി നിങ്ങളുടെ കൂട്ടുകാരൻ കണ്ണുനീരും നിരാശയും വേദനയും ഒന്നുമല്ല, സന്തോഷമാണ്, സ്തുതിയാണ്, സ്തോത്രമാണ്. ദൈവം നിങ്ങളുടെ കൂട്ടുകാരനായി വരുമ്പോൾ സ്തുതിയും സ്തോത്രവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ആ കണ്ണുനീർ മാറിപ്പോകും, ആ നിരാശ മാറിപ്പോകും, ആ വേദന മാറിപ്പോകും. താങ്ക് ഗോഡ്. ആ കൂട്ടുകാരൻ മാറുക. പ്രാർത്ഥിക്കേ മക്കളെ, പ്രാർത്ഥിക്കേ. യേശുവപ്പാ എന്നോട് കൂടിയിരിക്കണമേ. ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ ഇരിക്കുമ്പോൾ, ആ ആപ്ലിക്കേഷൻ ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ, ആ എക്സാം എഴുതുമ്പോൾ പ്രാർത്ഥിക്ക്. യേശുവപ്പാ എന്നോട് കൂടിയിരിക്കണമേ. എൻ്റെ നിരാശ മാറുവാൻ, എൻ്റെ കണ്ണുനീർ മാറുവാൻ, എൻ്റെ അപമാനം മാറുവാൻ, എന്നെക്കുറിച്ചുള്ള എൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ യേശുവപ്പാ എന്നോട് കൂടിയിരിക്കണമേ. പ്രാർത്ഥിക്കും മാതാവ്. യേശുവപ്പാ എൻ്റെ മക്കളോട് അങ്ങ് കൂടിയിരിക്കണമേ. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവപ്പാ അങ്ങ് കൂടിയിരിക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, അങ്ങയുടെ മക്കളോട് അങ്ങ് കൂടിയിരിക്കണമേ. പ്രിയ മക്കൾ വല്ലാതെ തളർന്നിരിക്കുന്നു, പ്രിയ മാതാപിതാക്കൾ വല്ലാതെ തളർന്നിരിക്കുന്നു. അപ്പാ, അവരുടെ തളർച്ച മാറ്റുവാൻ, അവരായിരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം സാക്ഷ്യം പറയുവാൻ അപ്പാ അങ്ങ് കൂടിയിരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ പോരണമേ. യാസ്, യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ചിലത് സംഭവിക്കുക, ചില അത്ഭുതങ്ങൾ സംഭവിക്കുക. യാസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തെ ചില അത്ഭുതങ്ങൾ. യാസ്, ചില അത്ഭുതങ്ങൾ തലമുറയുടെ ഭാവി ജീവിതത്തിൽ ചില അത്ഭുതം സംഭവിക്കുക, അവരുടെ ഉദരത്തിൽ അത്ഭുതം സംഭവിക്കുക. യാസ് യാസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ പ്രതീക്ഷ വെച്ച സ്ഥാനത്ത് സംഭവിക്കാത്തത് അവിടെ എത്തിയാൽ സംഭവിക്കുമെന്ന് നീ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നിടത്ത് അല്ല, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രതീക്ഷിച്ച് കടന്നുപോയി, പല ഹോസ്പിറ്റൽസിലും പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. നോ, ഒരു മാറ്റവും വന്നില്ല. ഇനി വേറെ ചില ഹോസ്പിറ്റൽസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയുമുള്ളത് ഡോക്ടർമാരാണ്, അവരും തരുന്നത് ഈ മരുന്ന് തന്നെയാണ്. ആശുപത്രിയിൽ വെച്ചല്ല, നിന്റെ വീട്ടിനകത്ത് വെച്ച് വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവപ്പാ, ഈ രോഗക്കിടക്കയിൽ അങ്ങയുടെ സാന്നിധ്യം എനിക്കൊപ്പം ഇരിക്കണമേ. എൻ്റെ ബന്ധുക്കളല്ല, ചാർച്ചക്കാരല്ല, എൻ്റെ ഭാര്യയല്ല, നല്ല ഡോക്ടർമാരല്ല, മെഡിസിൻ അല്ല, അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, രോഗക്കിടക്കയിലായിരിക്കുന്ന ഈ സഹോദരനോട് അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഈ സഹോദരിയോട് അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഈ കുഞ്ഞുങ്ങളോട് അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. യേശുവേ, ആ സാന്നിധ്യം അവരെ പുറത്തു കൊണ്ടുവരട്ടെ. വലിയ ആശുപത്രികളിൽ സംഭവിക്കാത്തത്, അവർ പ്രതീക്ഷ വെച്ച ഡോക്ടർമാർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്തത് ഇപ്പോൾ സംഭവിക്കട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ അത്ഭുതം സംഭവിക്കുക. ആ വീട്ടിനകത്ത് ആ അത്ഭുതം സംഭവിക്കുക. നീ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആ അത്ഭുതം സംഭവിക്കുക. ആ വാഹനം ഒതുക്കിയിട്ട് കേൾക്കുക. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ അത്ഭുതം, ആ വാഹനത്തിലൂടെ നിന്റെ ജീവിതം മാറുവാൻ പോകുക. ആ ബിസിനസ്സിലൂടെ സഹോദരി, ആമേൻ ആമേൻ, നിന്റെ ജീവിതം മാറുവാൻ പോകുക. പ്രാർത്ഥിക്കേ. യേശുവേ, അപ്പാ എൻ്റെ ബിസിനസ്സിൽ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഞാൻ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ, എനിക്ക് വേണ്ടി ഇടപെടേണ്ടവരോട് ഞാൻ സംസാരിക്കുമ്പോൾ, സഹായങ്ങൾ അഭ്യർത്ഥിക്കുമ്പോൾ, അപ്പാ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. എനിക്ക് കടം തന്നവരോട് ഞാൻ സാവകാശം ചോദിക്കുമ്പോൾ, അവർ എന്നോട്
തിരികെ പൈസ ചോദിക്കുമ്പോൾ, ഞാൻ ലോൺ അടയ്ക്കേണ്ടി വരുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മരുഭൂമിയിൽ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് സ്വർഗം തുറന്ന് അവർക്ക് വേണ്ടുവോളം തിന്ന് തൃപ്തി വരുവാൻ തക്കവണ്ണം കൊടുത്തുവെങ്കിൽ, അതേ സഹോദര സഹോദരി, നിന്റെ ആ തൊഴിൽ മേഖലയിൽ, നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ദാരിദ്ര്യം മാറുവാനുള്ള, ആ ബിസിനസ്സിൽ നിന്റെ ദാരിദ്ര്യം മാറുവാനുള്ളത് എൻ്റെ ദൈവം തരിക. അതേ മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്ത ആ അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാ. ഓ താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുക. ആ അത്ഭുതത്തിന് വേണ്ടിയാ മോശ പ്രാർത്ഥിച്ച, യേശുവേ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരണമേ. അപ്പോ പ്രാർത്ഥിക്കുമല്ലോ. എന്താ? വീട് വേണം, കാറ് വേണം, മക്കൾക്ക് റിസൾട്ട് ഉണ്ടാവണം, അവിടെ പോകണം, ഇവിടെ പോകണം. അല്ലെന്നേ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അല്ലെന്നേ. ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് പറയാ, ഞാൻ നിന്നോട്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, നീ സ്വസ്ഥമായിരിക്കും. നമ്മൾ സ്വസ്ഥമായി സന്തോഷമായിരിക്കാൻ വേണ്ടി കുളു മണാലിയിൽ പോവുകയാണ്. ആമേൻ. ഞാൻ പറയും, കുളു മണാലിയിൽ കിട്ടുന്ന സന്തോഷവും തണുപ്പും നിന്റെ വീട്ടിനകത്ത് കിട്ടും. കുളു മണാലിയിൽ പോകുന്നവൻ തിരിച്ചു വരുമ്പോൾ ടെൻഷനാണ്. കയ്യിലിരുന്ന് അത്രയും പൈസയും പോയി, യാത്രാക്ഷീണം ഒരുപാട് പാടാ. പൈസ ചിലവാകാതെ, യാത്ര ചെയ്ത് ക്ഷീണിക്കാതെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ഭവനത്തിനകത്ത് ആ സന്തോഷമുണ്ടാകുവാൻ പോകും. യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കും. ദൈവ സാന്നിധ്യം നിന്നെ മാറ്റും, അവസ്ഥയെ മാറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ. അപ്പം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കണം. ഈ വചനം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. അപ്പാ അങ്ങ് കൂടെ വരണം, ഇല്ലെങ്കിൽ ഞാൻ പോവത്തില്ല, ജോലിക്ക് പോകില്ല, ആ ഇൻ്റർവ്യൂവിന് പോകില്ല, സ്കൂളിൽ പോകില്ല, അങ്ങ് കൂടെ വരണമേ. പ്രാർത്ഥിച്ചു നോക്ക്, അപ്പം കൂടെ വരും. അപ്പന് ഇഷ്ടമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും ഇഷ്ടം ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചു നോക്കുക, അപ്പം കൂടെ വരും. അപ്പം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യും. എവിടെയെങ്കിലും വെച്ച് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമെന്നല്ല, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവൃത്തി പ്രാപിക്കുവാൻ തക്കവണ്ണം മോശ തൻ്റെ ജനത്തെ മരുഭൂമിയിൽ ഒരുക്കിയതുപോലെ നിങ്ങളായിരിക്കുന്ന മരുഭൂമിയിൽ നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്ന കണ്ണടച്ചു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ അവരായിരിക്കുന്ന സ്ഥാനത്ത് ആ സൗഖ്യം അനുഭവിക്കട്ടെ. ആശുപത്രിയിൽ ആ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ സൗഖ്യം വെളിപ്പെടട്ടെ. വീട്ടിനകത്ത് ആ സൗഖ്യം വെളിപ്പെടട്ടെ. ജോലി സ്ഥലത്ത് ആ സൗഖ്യം വെളിപ്പെടട്ടെ. അടുക്കളയിൽ ആ സൗഖ്യം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഇപ്പോൾ സൗഖ്യമാകാ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അപ്പാ പുറത്ത് വരട്ടെ, ജോലികൾ കിട്ടട്ടെ, ജോലി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ, പുതിയ ജോലികൾ കിട്ടട്ടെ. ആ ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭയന്നായിരിക്കുന്നവർ, പ്രായം കഴിഞ്ഞു എന്ന് ഭയന്നായിരിക്കുന്നു, ആ ഭയം മാറിപ്പോകട്ടെ. സ്തുതിക്കും സ്തോത്രത്തിനുമുള്ളത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അപ്പാ അങ്ങ് പ്രവർത്തിക്കണമേ. ജോലി ലഭിക്കട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ സങ്കടങ്ങളും മാറട്ടെ, കരച്ചിലുകൾ മാറട്ടെ. ഊഴം കാത്തിരിക്കുന്നവർ, ഓ സ്തോത്രം, സ്ഥിരം ജോലികൾ കൊടുക്കപ്പാ യേശുപ്പാ. സ്ഥിരം ജോലി കൊടുത്ത് അവർ അനുഗ്രഹീരപ്പാ യേശുവേ. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ. പ്രിയ സഹോദരിയുടെ കുടുംബജീവിതത്തെ പണിയണമേ. സഹോദരി പ്രാർത്ഥിക്കുക, സഹോദരൻ്റെ ഭാര്യ മടങ്ങി വരട്ടെ യേശുപ്പാ. ചേർത്ത് പണിയപ്പാ. നിന്ന മാറുന്ന അങ്ങേ സ്തുതിച്ചു തുടങ്ങുന്ന അത്ഭുതം സംഭവിക്കട്ടെ അപ്പാ. ഓ സ്തോത്രം, അമ്മേൻ. പ്രാർത്ഥിച്ചാട്ടെ, ആ കടം മാറട്ടെ യേശുവേ. പലിശ കൊടുക്കുവാൻ വഴി തുറക്കണമേ അപ്പാ. ആ പലിശ പടത്തിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരണമേ. ലോൺ അടയ്ക്കുവാൻ ജപ്തിയുടെ അനുഭവം മാറട്ടെ. ഓ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കും മാതാവേ, മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ അപ്പാ. റിസൾട്ട് ഉണ്ടാകട്ടെ, അവർക്ക് അഡ്മിഷനുകൾ കിട്ടട്ടെ, അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. അവരെ പഠിപ്പിക്കുവാനുള്ളത് പ്രിയ അമ്മമാരുടെ അപ്പന്മാരുടെ കരങ്ങളിൽ അങ്ങ് നൽകണമേ അപ്പാ. ഓ സ്തോത്രം, വിവാഹം നടക്കട്ടെ അപ്പാ. ആ തടസ്സം മാറ്റപ്പാ യേശോപ്പാ. അങ്ങ് പ്രവൃത്തിയിലപ്പാ, ആ തടസ്സം മാറ്റപ്പാ. ഓ തക്ക തുണകൾ ലഭിക്കട്ടെ, തടസ്സം മാറട്ടപ്പാ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ അപ്പാ. മക്കൾ അനുസരണയുള്ള മക്കളായി വളരട്ടെ. മക്കളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് അറുതി വരട്ടെ. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, ചെറിയ കടകൾ, വലിയ കടകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ചെയ്ത ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പം അനുഗ്രഹീരപ്പാ. നിന്ന മാറട്ടെ അപ്പാ, നിരാശ മാറട്ടെ അപ്പാ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കപ്പാ യേശോപ്പാ. അവരോട് കൂടിയിരിക്കണമേ അപ്പാ. അവരെ കൈവിടലേ അപ്പാ യേശോപ്പാ. അത്ഭുതം പ്രവർത്തിക്കപ്പാ. ഓ താങ്ക് ഗോഡ് അപ്പാ. അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ അപ്പാ. കരയുന്നപ്പാ, ആ കണ്ണുനീരങ്ങ് ഒപ്പപ്പാ യേശുവേ. പ്രിയ സഹോദരൻ കരയുക, സഹോദരി കരയുക അപ്പാ. ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു അപ്പാ. വിടുവിക്കപ്പാ, ബലപ്പെടുത്തപ്പാ. ഓ ശുശ്രൂഷകന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ അപ്പാ.
ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വീടില്ലാത്തവർക്ക് അങ്ങ് വീട് കൊടുപ്പാ യേശപ്പാ. സ്വന്തം ഭവനത്തിൽ അവർ പാർക്കട്ടെ. വാടക വീടെന്ന ബന്ധു വീടുകളെന്ന നിരാശ മാറട്ടെ അപ്പാ. വസ്തുക്കൾ വാങ്ങിക്കുവാൻ വഴി തുറക്കപ്പാ. വാഹനങ്ങൾ വാങ്ങിക്കട്ടെ അപ്പാ. ഓ താങ്ക് ഗോഡ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടിരുന്നു. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി. ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് കണ്ണുനീരും നിരാശയും വേദനയും മാറി അങ്ങേ നല്ല കൂട്ടുകാരനാക്കി സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗം ഇവർക്ക് അവസരമൊരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ പറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ദൈവം വെച്ചാൽ നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.